So guys, welcome to the Cinema Maniac, and here we discuss about cinema. So, Perimani, written by Maju, script അദ്ദേഹത്തിന്റെ തന്നെയാണ്, റൈറ്റർ ഡയറക്ടർ പിന്നെ വിനി ഫോർട്ട്, സണ്ണി വെയിൻ, ലുക്മാൻ, ദീപ തോമസ്, വിജീഷ് കാര്യോടൊക്കെയാണ് ആക്ടേഴ്സ്. കുറെ അഭിനേതാക്കൾ എന്ന് പറയുമ്പം കുറെ പേരുണ്ട്. അപ്പം ഇതൊരു സംഭവം എന്ന് പറയുന്ന ഒരു മിത്താണ്, അതായത് ഒരു മിത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ഈ പറയുന്ന പെരുമാനി എന്ന് പറയുന്ന ഒരു ഗ്രാമം, ആ ഗ്രാമത്തിനെ കാത്തുരക്ഷിക്കാൻ ഒരു തങ്ങളുണ്ട്. അങ്ങനെ ഒരു, അതായത് തുടക്കത്തിൽ ഒരു സ്റ്റോറി ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഒരു ഈ പറയുന്ന ആ മിത്ത് ഇങ്ങനെ ഒരു കോമിക് ഇത് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഒരു കള്ളൻ ഉണ്ടായിരുന്നു, ആ കള്ളൻ ഇങ്ങനെ ഈ ഗ്രാമത്തിനെ ദ്രോഹിച്ചു. അപ്പൊ ഒരു തങ്ങൾ വന്ന് ആ തങ്ങൾ രക്ഷിച്ചു. പിന്നീട് ആ തങ്ങളാണ് ഈ ഗ്രാമത്തിനെ കാത്തുരക്ഷിക്കണേ എന്നുള്ളൊരു വിശ്വാസം. അങ്ങനെ ആ ഒരു മിത്താണ്, ആ മിത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കഥ നടക്കുന്നത്. ഇത് ഒരു കോമഡിയിലൂടെ ഒരു എന്താ പറയാ, കോമിക് രീതിയിൽ കഥ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളൊരു ടൈപ്പ് സംഭവമാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും മറക്കാവണമെന്നില്ല. ഈ പറയണോണം ദിസ് ഇസ് നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. ആചാരങ്ങളെയും അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളെയും ഒക്കെ ഒരു മിത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ കാർട്ടൂണിക് രീതിയിലൂടെ എങ്ങനെ പറയാന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് പെരുമാനി എന്ന് പറയുന്നത്. ഇതിൽ ഈ പറഞ്ഞ അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ എന്താ പറയാ ഈ വിശ്വാസത്തിന് തന്നെ സ്വാർത്ഥ ലാഭത്തിനായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. അതൊക്കെ ആ ഒരു കോമിക് രീതിയിലൂടെയാണ് ഇതിൽ പറയുന്നത്. അതിന്റെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസുകളായാലും ആരും അങ്ങനെ മോശമാക്കി എന്ന് പറയാനില്ല. എല്ലാവരും അവർക്ക് കൊടുത്തത് അവര് എന്താ പറയാ ബോറാക്കാണ്ട് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അതിപ്പം ദീപ തോമസ് ആയാലും വിനി ഫോർട്ട് ആയാലും, വിനി ഫോർട്ട് കയ്യിൽ നിന്ന് പോകുന്ന അർത്ഥത്തിന്റെ പേടി, പക്ഷെ വിനി ഫോർട്ട് ആയാലും ആ ഒരു സംഭവം കോമിക്കാണ്. ഈ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് കട്ട കോമിക്കാണ് വിനി ഫോർട്ടിന്റെ ഒക്കെ എന്ന് പറയുന്നത്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലുക്മാൻ ആയാലും തുടക്കത്തില് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. പിന്നീട് ദീപ തോമസ് ആയിട്ടുള്ള ദീപ തോമസിന്റെ ക്യാരക്ടറായിട്ടൊരു അവസാനം ഒരു ലവ് ട്രാക്കിയിട്ട് മാറുന്നു. അതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, എനിക്ക് ഫീൽ ചെയ്തു. സണ്ണി വെയിൻ ആണെങ്കിലും സണ്ണി വെയിന്റെ ഒരു പ്രണയമൊക്കെ ഉണ്ട്. അതൊക്കെ അവസാനം ലൈക്ക് അതിന്റെ ഒരു ക്ലൈമാക്സ് ആയിട്ട് എത്തുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ആരും മോശമാക്കി എന്ന് പറയാനില്ല. പിന്നെ പാട്ടുകൾ അത്ര ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇത് സ്റ്റോറി ടെല്ലിംഗ് ആണ്, പാട്ടുകൾ എന്നതല്ല. പാട്ടത്ര ഇമ്പാക്ട്ഫുൾ ആയിട്ട് മൂവിയിൽ തോന്നിയില്ല. കോമിക് രീതിയിലൂടെ കഥ പറയാന്നുള്ളതാണ്. അത് ഈ സിനിമയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ പ്രേക്ഷകൻ കണക്ട് ആവാൻ സാധിച്ചിട്ടുണ്ട്. പെരുമാനി, ആ ഗ്രാമവും ആ ഒരു പശ്ചാത്തലവും ആ ഗ്രാമത്തിലെ ആൾക്കാരും അവിടെ നടക്കുന്ന സംഭവങ്ങളും അതൊക്കെ രസകരമായി അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിൽ ഡയറക്ടറിന്. പിന്നെ അതോണം തന്നെ ക്ലൈമാക്സ് ആണെങ്കിലും, പിന്നെ അതോണം തന്നെ ഇതിലൊരു ബംഗാളി ക്യാരക്ടർ റോൾ പ്ലേ ചെയ്യണം. അയാളുടെ പേര് തപ്പിട്ട് കിട്ടിയില്ല. ആള് പൊളിച്ചിട്ടുണ്ട്. അതായത് ഒന്നുമില്ല, പുള്ളിക്കാരന് ഒരു ഡയലോഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ നോക്കി നിൽക്കുക. ഒരു മലയിട്ട് പറഞ്ഞല്ല, ആ ഒരു നാടൻ, ഈ പെരുമാനി എന്ന് പറയുന്ന ഗ്രാമത്തിനെ കാത്തുരക്ഷിക്കുന്ന ആ ഒരു തങ്ങളുടെ ഒരു മലയിട്ട് അതിങ്ങനെ നോക്കി നിൽക്കുക. പക്ഷെ ആളത് ചെയ്യാൻ കുറെ മീനിങ്സ് ഉണ്ട്, ഇന്നർ മീനിങ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ വിശ്വാസം എന്ന് പറയുന്ന കാര്യത്തിനെ മനുഷ്യൻ എങ്ങനെ ഉപയോഗിക്കണു എന്നുള്ളതിന്റെ അതിന്റെ ഒക്കെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ആ ക്യാരക്ടറിനെ. അത് ആ പുള്ളിക്കാരൻ അത്രയും നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. അത് ആൻഡ് അവസാനത്തെ ഒരു പെർഫോമൻസ് ഉണ്ട് ആ മനുഷ്യന്റെ, വിനി ഫോർട്ടിനായിട്ടുള്ള അത് പൊളിച്ചിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. പിന്നെ വിനി ഫോർട്ടിന്റെ ആയാലും ആ ക്ലൈമാക്സിലോ ഇതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കിനി ഭയമായിരുന്നു ഈ രാമചന്ദ്ര ബോസിന്റെ പോലെ മാറുമെന്നുള്ളത്. അങ്ങനെ ആയില്ല. അങ്ങനെ എല്ലാ രീതിയിലും ഒരു ഡിഫറെന്റ് അപ്രോച്ചാണ് ഇത്. ഒരു പരീക്ഷണമാണിത് ഈ പെരുമാനി എന്ന് പറയുന്നത്. അപ്പം അത്രയാണ് പെരുമാനിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ സിനിമ കണ്ടിട്ട് തോന്നിയെന്നുള്ളത് കമന്റ് ചെയ്യുക. അപ്പം താങ്ക് യു.